മറ്റു വാർത്തകളിലേക്ക് പോകാം. അതിനു മുൻപ് ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിന്റെ വേദനയിലാണ് ഫോർട്ട് കൊച്ചിയിലെ ഗായകൻ മാക്സി ചാർലി. ജാനകിയമ്മയുടെ ശബ്ദത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദമാണ് മാക്സിയുടേത്. ഈ സാധ്യതയിൽ ഒട്ടനവധി വേദികളിൽ മാക്സി പാട്ടുപാടിയിട്ടുണ്ട്. ജാനകിയമ്മയുടെ കടുത്ത ആരാധകനായ മാക്സിയുടെ വലിയ ആഗ്രഹം എന്തെങ്കിലും ജാനകിയമ്മയെ നേരിട്ട് കാണണമെന്നതായിരുന്നു. ഖ്യാത ഗായിക എസ് ജാനകിയമ്മയുടെ വിയോഗം വളരെ വേദനയോടുകൂടിയാണ് അനുവാചക ലോകം ഉൾക്കൊള്ളുന്നത്. പലർക്കും ഓർമ്മിക്കാവുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പാട്ടുകൾ കേൾക്കാത്ത അങ്ങനെ ആരും തന്നെ ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല. പലർക്കും പല രീതിയിൽ അത് അനുഭവപ്പെടുന്നു. ഇവിടെ കൊച്ചിയിൽ, ഫോർട്ട് കൊച്ചിയിൽ ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ഒരുപക്ഷെ അനുകരണമെന്ന് പറയാവുന്നതിനപ്പുറം അതിനോടുകൂടി ചേർന്ന് നിൽക്കുന്ന ആ ഒരു ശബ്ദം അതൊരു ഭാഗ്യമായി കണ്ടുകൊണ്ട് ആ ശബ്ദത്തിൽ പാടുന്ന ഒരു ഗായകനുണ്ട്. മാക്സിം ജോസഫ് എന്നാണ് അദ്ദേഹത്തിന് പേര്. അദ്ദേഹം ജാനകിയമ്മയുടെ വിയോഗം അദ്ദേഹം അറിഞ്ഞത് മുതൽ വലിയ സങ്കടത്തിലാണ്. കാരണം അദ്ദേഹം ഇത്രയും അദ്ദേഹം പാടിക്കൊണ്ടിരുന്നത് ജാനകിയമ്മയുടെ പാട്ടുകളായിരുന്നു. എന്നെങ്കിലും ജാനകിയമ്മയെ കാണുക എന്നതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹമായി കൊണ്ട് നടന്നത്. നമുക്കൊപ്പം മാക്സിം ചാർലി കൂടി ചേരുന്നുണ്ട്. ഇന്നലെയാണ് ജാനകിയമ്മയുടെ ഒരു വിയോഗം സംഭവിക്കുന്നത്. നാളിത്രയും താങ്കൾ പാടിക്കൊണ്ടിരുന്നത് അത്രയും ജാനകിയമ്മയുടെ പാട്ടുകൾ തന്നെയായിരുന്നു. എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് കാണുന്നത്? എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രി മുഴുവൻ ഞാൻ വളരെ പെടുന്നതന്നെയാണ് ആ വിവരം അറിഞ്ഞത്. എൻ്റെ സിസ്റ്ററാണ് പറഞ്ഞത്, ഫോണിൽ കാണിക്കാൻ തുടങ്ങിയപ്പം. ഇതിക്ക് മുമ്പ് കുറേ പ്രാവശ്യം ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് ഞാനത് വലിയ കാര്യത്തിലെടുത്തില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യം ചെയ്തു, ഫോണിലല്ലേ ടി വിയിലൊന്ന് വെക്കെന്ന് പറഞ്ഞു. ടി വി ഓൺ ചെയ്ത് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ചാനൽ മാറ്റിയപ്പോൾ കൈരളിയിലാണ് കാണിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ഉൾക്കൊള്ളാനേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ പാടി തുടങ്ങിയ കാലം മുതൽ ഏതാണ്ട് ജാനകിയമ്മയുടെ പാട്ടുകൾ തന്നെയാണോ തിരഞ്ഞെടുത്തിരുന്നത്? അതെ, ആദ്യം മുതൽ തന്നെ ജാനകിയമ്മയുടെ പാട്ടുകളാണ്. കാരണം ആ വോയിസ് ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട്, ഒരു സാമ്യം ഉള്ളത് കൊണ്ട് എന്നോട് അത്തരത്തിലുള്ള പാട്ടുകൾ തന്നെ പാടാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഞാൻ പാടിയിട്ടുള്ളത്. പിന്നെ മറ്റുള്ളവരുടെ പാട്ടുകൾ ഞാൻ അത്യാവശ്യം പ്രോഗ്രാംസിൽ പാടാറുണ്ട്. എങ്കിലും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് പാടുന്നത് ജാനകിയമ്മയുടെ പാട്ടുകളാണ്. കൂടുതലും ഇങ്ങനെ ഫീമെയിൽ സിംഗേഴ്സിന്റെ അതായിരുന്നോ കൂടുതൽ പാടിയിരുന്നത്? ഫീമെയിൽ, കാരണം ഞാൻ റിയലായിട്ട് ഉണ്ടാക്കുന്ന വോയിസ് അല്ല. ഇപ്പൊ ശബ്ദം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ശബ്ദമല്ല, പാടുമ്പം എനിക്ക് കറക്റ്റ് ഫീമെയിൽ വോയിസ് ജന്മനായുള്ള ശബ്ദമാണ്. ഞാൻ കേട്ടിരിക്കുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മയെ കാണണം എന്നുള്ളത് അല്ലേ? വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിനെ പറ്റിയ ആളുകളില്ലാണ്ട് ഒരുപാട് സംഘടനകളുണ്ടെങ്കിലും അത്യാവശ്യം സമയത്ത് അവർ നമ്മളെ വിളിക്കാറില്ലല്ലോ. അപ്പം അങ്ങനെ ഒരുപാട്, ഞാൻ കൊച്ചായിരിക്കുമ്പോൾ എറണാകുളം കലാഭവനിലൊക്കെ വന്നിരുന്നു പറഞ്ഞു. ആ സമയത്തൊന്നും നമുക്ക് അങ്ങനെ ആൾക്കാരുമായിട്ട് അത്ര ഇതില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കസ്ട്രയിലൊക്കെ പാടുന്നുണ്ടെങ്കിലും നമ്മളെ വിളിക്കില്ലല്ലോ അവർ. വർഷങ്ങൾക്ക് ശേഷമാണ് 88 ഒന്ന് കാണണമെന്ന് മദ്രാസിൽ ചെന്നപ്പം നമ്മൾ അവിടെ ഒരുപാട് ദിവസമൊന്നും ഉണ്ടായില്ല, ഒരു 8 ദിവസമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ബുദ്ധിമുട്ടി കൊണ്ടുപോകാനുള്ള ആൾക്കാർക്ക് അതിനുള്ള താല്പര്യമില്ലല്ലോ. നമ്മൾ കുറച്ച് ദിവസം അവിടെ നടന്നെങ്കിലല്ലേ കാണാനിപ്പോ ഒത്തുമില്ല. ഇനി എല്ലാം ഒരുപാട് ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടിയിട്ടുണ്ട്. ഒരുപാട് ഗാനമേള ട്രൂപ്പിൽ ഏതാണ്ട് ഒരു 50ഓളം ഓർക്കസ്ട്രകളിൽ ഞാൻ പാടിയിട്ടുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട്. ഈ ആളുകള് പാട്ട് കേട്ടിട്ട് എങ്ങനെയാണ് അവര് ഇതിനോട് അനുകൂലിച്ച് ചിലവര് ഇത് മിമിക്രി അനുകരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവരുടെ അഭിപ്രായമൊക്കെ പറഞ്ഞിരിക്കുന്നത്? അത് 1-2 പ്രോഗ്രാമിൽ ഞാൻ വലിയ ഷോയാണ് അതിന് പാടിക്കൊണ്ടിരുന്നപ്പം ജനത്തിനൊരു സംസാരം ഉണ്ടായിരുന്നു ഇടക്ക്. അപ്പം അത് ഒരു മനോജേട്ടനാണ് വീണച്ചിച്ചിയുടെ ഭർത്താവ്, സിനിമയില്. ഇത് പറഞ്ഞിങ്ങനെ ഒരു ആക്ഷേപം ഉണ്ട്, അപ്പം നിനക്കൊന്ന് രണ്ടാമത് പാടാമോന്ന് ചോദിച്ചു. അവരിനി ട്രാക്ക് ഇതിട്ടിട്ട് ഒറിജിനൽ ഇട്ടിട്ട് ചുണ്ടാനക്കുന്ന വല്ല സിസ്റ്റം ആണോന്ന് അറിയാൻ വേണ്ടിയാണത് പറഞ്ഞത്. അങ്ങനെ ഓർത്തെടുക്കാൻ നിരവധി ഓർമ്മകളാണ് ജാനകിയമ്മയെ സ്നേഹിച്ച, ജാനകിയമ്മയുടെ സംഗീതത്തെ ആരാധിച്ച ആളുകൾക്ക് പങ്കുവെക്കാനുള്ളത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.